നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ സജീവമായ ബിഗ് ബോസ് താരവും തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയുമായ അഖിൽ മാരാരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിന് ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തി. കേരള പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് നടപടിയെന്ന് അഖിൽ മാരാർ ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ ആരോപിച്ചു. താൻ പറയുന്ന സത്യങ്ങൾ പുറം ലോകം അറിയാതിരിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണിതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. 15 വർഷമായി താൻ ഉപയോഗിച്ചു വരുന്ന പേജാണ് പൂട്ടിച്ചതെന്ന് മാരാർ പറഞ്ഞു. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിനും അവർക്ക് ഓശാന പാടുന്നവർക്കുമുള്ള ഭയമാണ് ഇതിൽ തെളിയുന്നതെന്നും തൃക്കാക്കരയിലെ തന്റെ മുന്നേറ്റത്തെ ഭയന്നാണ് നടപടിയെന്നും മാരാർ വ്യക്തമാക്കി. എന്തടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സൈബർ സെൽ റിപ്പോർട്ട് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിയോജിക്കാനും അഭിപ്രായം പറയാനുമുള്ള അവകാശത്തെ ഭരണകൂടം തടയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് താരം ചൂണ്ടിക്കാണിച്ചു. പേജ് നീക്കം ചെയ്യാൻ ശ്രമിച്ചതിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമെന്നും കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നാണമില്ലേ എന്നെ ഭയക്കാൻ? സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടതുകൊണ്ട് എന്നെ തോൽപ്പിക്കാമെന്ന് കരുതേണ്ട. തൃക്കാക്കരയിലെ ജനങ്ങളും നിയമവും എനിക്കൊപ്പം നിൽക്കും. കാണിച്ച തെമ്മാടിത്തരത്തിന് മറുപടി നൽകുക തന്നെ ചെയ്യും, അഖിൽ മാരാർ പറഞ്ഞു. നിലവിൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് പേജ് ലഭ്യമാണെങ്കിലും രാജ്യത്തിനകത്ത് പേജിന് നിയന്ത്രണമുണ്ട്. കേരള പോലീസിനെതിരെയും സൈബർ സെല്ലിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് താരം പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒരു വീഡിയോയും സമാനമായ വിധത്തിൽ റിമൂവ് ചെയ്തിരുന്നു. നേരത്തെ പാലക്കാട് വോട്ടർക്ക് NDA പ്രതിനിധികൾ പണം നൽകിയെന്ന ആരോപണത്തിൽ പാലക്കാട് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് പിന്തുണയുമായി അഖിൽ മാരാർ രംഗത്ത് വന്നിരുന്നു. പാലക്കാട് വോട്ടിന് പണം നൽകിയെന്ന ആരോപണം ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് അഖിൽ പറഞ്ഞു. എടാ വിഡ്ഢികളെ, ലോകത്ത് ആരെങ്കിലും പണം കൊടുത്ത് വോട്ട് നേടുന്നത് പരസ്യമായിട്ടാണോ എന്നായിരുന്നു അഖിലിന്റെ പ്രതികരണം. ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി പല വീടുകൾ കയറിയിറങ്ങുമ്പോൾ കണ്ണീരോടെ ദുഃഖങ്ങൾ പറയുന്ന കുടുംബങ്ങളെ കാണുമ്പോൾ അവരെ സഹായിക്കണം എന്നെനിക്ക് തോന്നും. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയമാണ്, ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടി നേതാക്കൾ എന്നോട് പറയും. സത്യത്തിൽ ദേഷ്യമാണ് വരുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ വോട്ട് ചോദിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ അഖിൽ പറഞ്ഞു. നാളിതുവരെ അവരെ പറഞ്ഞു പറ്റിച്ച ആളുകളുടെ വാക്ക് വിശ്വസിച്ച് ജീവിതം ഇല്ലാതെ പോയ കുറേ മനുഷ്യർ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കാനാണ് ഈശ്വരൻ എന്നെ പഠിപ്പിച്ചത്. ഒരുവൻ നമ്മോട് അവന്റെ വിഷമം പറയുമ്പോൾ ഉപദേശം കൊടുക്കാനല്ല, മറിച്ച് ആ വിഷമത്തിന് എന്ത് പരിഹാരം കൊടുക്കാൻ കഴിയും എന്നതാണ് എൻ്റെ ചിന്ത. വോട്ട് ചോദിച്ചു പോയപ്പോൾ തൻ്റെ ദുരിതം പറഞ്ഞ ഒരു പാവത്തിൻ്റെ അവസ്ഥ കേട്ട് ആരെങ്കിലും സഹായിച്ചെങ്കിൽ അതൊരു മഹാ അപരാധമായി ഈ രാജ്യത്ത് മാറുന്നെങ്കിൽ ആ അപരാധത്തിന് കാരണക്കാർ ഇന്നലെ വരെ ഈ പാവങ്ങളുടെ ദുരിതം വിറ്റ് തിന്ന ഇടതനും കോൺഗ്രസും ഒക്കെയാണെന്നും അഖിൽ കുറ്റപ്പെടുത്തുന്നു. നിയമം തെറ്റുകാരിയാക്കുമായിരിക്കും, നീതി അതിനെ ശരിവയ്ക്കും എന്നും അഖിൽ കൂട്ടിച്ചേർത്തു. ശോഭ ചേച്ചി പാലക്കാട് ജനതയുടെ ശബ്ദമായി എനിക്കൊപ്പം നിയമസഭയിൽ ചേച്ചിയും ഉണ്ടാവണം. ചേച്ചിയും അനിയനും ഒക്കെ ചേർന്ന് ഈ നെറികെട്ട ജന്മങ്ങളെ നിർത്തിപ്പൊരിക്കണം. മുറിച്ചാൽ മുറി കൂടുന്ന ഇനങ്ങളെ കണ്ടില്ലെങ്കിൽ കണ്ടോ. നിയമങ്ങൾ നീതിക്ക് നിരക്കുന്നത് ആവണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ അഖിൽ പറയുന്നു.